ബംഗ്ലാദേശ് ഒരു ടിപ്പിക്കൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല എന്നൊരു ഡിസ്ക്ലൈമറോട് കൂടി മാത്രമേ നമുക്ക് യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ബംഗ്ലാദേശ് വിസയ്ക്ക് ഇന്ത്യക്കാർക്ക് ഫീസൊന്നും ആവശ്യമില്ല. രണ്ട് രീതിയിലാണ് ബംഗ്ലാദേശ് വിസ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ഹൈ കമ്മീഷൻ വഴി പ്രോപ്പർ ചാനലിൽ കൂടെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. പരമാവധി 10-15 ദിവസമാണ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുന്നത് എടുക്കുന്ന സമയം. പക്ഷേ ഹൈ കമ്മീഷൻ വഴി പോകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, സ്റ്റേയുടെ ഓപ്ഷൻസ്, ലോക്കൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത്, NOC, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വിസ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ടൂറിസ്റ്റ് വിസ റിജക്റ്റ് ചെയ്യപ്പെടാറില്ല. രണ്ടാമത്തെ ഓപ്ഷൻ വന്ന് കുറച്ചും കൂടെ ഈസിയാണ്. ഇൻ്റർനാഷണൽ വിസകൾ ചെയ്യുന്ന ഏതെങ്കിലും സർവീസിനെ നമ്മൾ സമീപിക്കുക. എറണാകുളത്തും തിരുവനന്തപുരത്തും ഞാൻ കുറച്ചധികം സർവീസുകൾ കണ്ടു. ഞാൻ ചെയ്തത് കാലിക്കറ്റ് ഒരു ട്രാവൽസ് വഴിയാണ്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഇങ്ങനെ ഏജൻസി വഴി പോകുമ്പോൾ നമുക്ക് അവരുടെ ഒരു സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഏജൻസി ഏതാണെങ്കിലും അവരോട് നമ്മൾ യാത്ര ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് പറയണം. മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം വിസയിൽ ചിലപ്പോൾ എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴി മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതുമാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. നമുക്ക് ബംഗ്ലാദേശിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം? നിലവിൽ ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും ധാക്കയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. കൊൽക്കത്തയിൽ നിന്ന് മാക്സിമം 1.5 മണിക്കൂറാണ് യാത്രാ സമയം എടുക്കുക. അടുത്ത ഓപ്ഷൻ ട്രെയിൻ വഴിയാണ്. കൊൽക്കത്തയിൽ നിന്ന് ഗുൽനയിലേക്കുള്ള ട്രെയിനുണ്ട്, കൊൽക്കത്തയിൽ നിന്ന് ധാക്കയിലേക്കുള്ള ട്രെയിനുണ്ട്, സിലിഗുരിയിൽ നിന്ന് ധാക്കയിലേക്കുള്ള ട്രെയിനുണ്ട്. നിലവിൽ ഈ 3 സർവീസും ഓടുന്നില്ല. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിൻ ഓടിത്തുടങ്ങിയാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഡൽഹൌസി സ്ക്വയറിൽ നിന്നോ നിങ്ങൾ പാസ്പോർട്ടും വിസയും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കും. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും എമിഗ്രേഷൻ ഉണ്ടാവുക. അവിടെ തന്നെ നിങ്ങൾക്ക് മണി എക്സ്ചേഞ്ച് നടത്താനും സാധിക്കും. പക്ഷേ ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഒരാഴ്ച മുൻപെങ്കിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത ഓപ്ഷനാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. കൊൽക്കത്തയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിൽ നിന്നും കരുണാമയി ടെർമിനലിൽ നിന്നും ധാക്കയിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. ശ്യാമോഹൻ പരിവാഹൻ, ഗ്രീൻ ലൈൻ, സൗരവ് പരിവാഹൻ തുടങ്ങിയ നിരവധി സർവീസുകളുണ്ട്. മേക്ക് മൈ ട്രിപ്പ് വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് വഴിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 2000 രൂപ, 2200 രൂപയ്ക്കാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. കൊൽക്കത്തയിൽ നിന്ന് യാത്ര തുടങ്ങി 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അതിർത്തിയിലെത്തും. പെട്രോപോളാണ് ഇന്ത്യയുടെ അതിർത്തി. അവിടെ വെച്ച് നമ്മൾ പാസ്പോർട്ടിൽ എക്സിറ്റ് സീൽ ചെയ്യിപ്പിക്കണം. നമ്മുടെ ലഗേജ് അവിടെ പരിശോധനയ്ക്ക് വയ്ക്കും. ബെനോപോളാണ് ബംഗ്ലാദേശ് അതിർത്തി. ഇവിടെ വെച്ച് എമിഗ്രേഷൻ നടക്കും. നമ്മുടെ ലഗേജും ചെക്ക് ചെയ്യും. അവിടെ വെച്ച് നമുക്ക് ഇന്ത്യൻ മണി ബംഗ്ലാദേശ് ധാക്കയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അംഗീകൃത ഔട്ട്ലെറ്റുകൾ മാത്രം പോവുക. ഫേക്ക് കറൻസി വരാൻ സാധ്യത കൂടുതലാണ്. ബംഗ്ലാദേശ് ബോർഡറിൽ തന്നെ നമുക്ക് സിം എടുക്കാൻ പറ്റും. ബംഗ്ലാദേശ് സിം എടുക്കാൻ പറ്റും. ഞാൻ എടുത്തത് ഗ്രാമി ഫോണായിരുന്നു. 500 ഡാക്കയിൽ എനിക്ക് 30 GB ഡാറ്റ ലഭിച്ചിരുന്നു. കൂടുതൽ ഡാറ്റയോ മറ്റ് കോളിംഗ് സൗകര്യങ്ങളോ വേണമെന്നുള്ള നിർബന്ധമുള്ളവർ ആ സർവീസ് പ്രൊവൈഡറോട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അംഗീകൃത സർവീസ് സെൻ്ററുകൾ മാത്രമേ സിം നമുക്ക് പാസ്പോർട്ട് വഴി ഇന്ത്യക്കാർക്ക് ലഭിക്കുകയുള്ളൂ. പരമാവധി 2 മണിക്കൂറാണ് നമുക്ക് എമിഗ്രേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ ആവശ്യമായിട്ട് വരിക. ഏകദേശം 10-12 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ധാക്കയിലേക്ക് എത്തിപ്പെടും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേ റൂട്ടിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കും. കൊൽക്കത്തയിൽ നിന്നും ബംഗവോൺ സ്റ്റേഷനിലേക്ക് ഒരു ലോക്കൽ ട്രെയിൻ കയറി അവിടുന്ന് പെട്രോപോളിലേക്ക് ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്യാനുള്ളത്. നിങ്ങൾ വല്ല ഷെയർ ടാക്സി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോപോൾ അതിർത്തിയിലെത്താൻ പറ്റും. സാധാരണ പോലെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബംഗ്ലാദേശ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ധാക്കയിലേക്കുള്ള ബസ്സുകൾ ലഭിക്കും. ഇതുകൂടാതെ നടന്ന് അതിർത്തി കടക്കാവുന്ന പോയിന്റുകളുണ്ട്. ത്രിപുരയിലെ അഗൗറ, മേഘാലയയിലെ ഡൗക്കി, അസമിലെ ഗരീംഗഞ്ച്, വെസ്റ്റ് ബംഗാൾ മാൾഡയിലെ മഹദീപൂർ, സിലിഗുരിയിലെ ഫുട്ബാരി, ഇങ്ങനെ കുറച്ചധികം പോയിന്റുകളുണ്ട്. ഞാൻ അതിർത്തി കടന്നത് സോനാ മസ്ജിദ് വഴിയാണ്. സോനാ മസ്ജിദിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം മാൾഡയിലെത്തണം. മാൾഡയിൽ നിന്ന് ഒരു ഷെയർ ടാക്സി വഴി നിങ്ങൾക്ക് മഹദീപൂർ അതിർത്തിയിലെത്താം. മഹദീപൂർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ലോക്കൽ ഏജൻറ്റിനെ സമീപിക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയ കിക്ക് ബാക്ക് എന്തെങ്കിലും നൽകേണ്ടി വരും നമുക്ക് അതിർത്തി കിടക്കാൻ. അതുപോലെ ഏജൻറ്റിന് ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന പെട്രോപോൾ വഴിയോ അല്ലെങ്കിൽ ത്രിപുര വഴിയോ യാത്ര ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ഒരു വിധത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഇവിടെ രണ്ടിടത്തും ഉണ്ടാവില്ല. ബംഗ്ലാദേശ് അതിർത്തിയിലെ എമിഗ്രേഷൻ കഴിഞ്ഞ് കസ്റ്റംസും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്നത് ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിൽ നിന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് അടുത്ത സിറ്റിയായ രാജഷാഹിയിലേക്ക് ബസ് ലഭിക്കും. ഏകദേശം 3 മണിക്കൂർ യാത്രയാണ് രാജഷാഹിയിലേക്ക് വരുന്നത്. 110 ടാക്ക നമ്മൾ അതിൻ്റെ ചാർജ് കൊടുക്കണം. സോനാ മസ്ജിദ് വഴി നമ്മൾ ബംഗ്ലാദേശിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് സിം ലഭിക്കാനുള്ള സൗകര്യം രാജഷാഹിയിൽ മാത്രമാണ് ഉള്ളത്. കാരണം അംഗീകൃത സർവീസ് സെൻറ്റർ വഴി മാത്രമാണ് പാസ്പോർട്ട് കൊണ്ട് നമുക്ക് സിം ലഭിക്കുകയുള്ളൂ. രാജഷാഹിയിൽ അന്ന് താമസിച്ചതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് ഗുൽനയിലേക്കോ ധാക്കയിലേക്കോ മറ്റെങ്ങോട്ടാണോ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാം. അതിന് ബസ്സോ ട്രെയിനോ നമുക്ക് ഉപയോഗിക്കാം.